നമസ്കാരം ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റൈനോപ്ലാസ്റ്റിയെ പറ്റിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ശ്രീ ഉത്രം തിരുനാൾ റോയൽ ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ സി തോമസ് ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമ്മൾ കഴിഞ്ഞ മാസം പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ചർച്ചയുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഒരു ഫേഷ്യൽ റീജുവനേഷനെ പറ്റിയാണ് സംസാരിച്ചത്. അതുകൂടാതെ ഒരു പ്ലാസ്റ്റിക് സർജറി എന്താണെന്നൊരു കോമൺ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമുക്കൊരു കുറച്ചും കൂടെ ഒരു ഡിഫൈൻഡ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ, റൈനോപ്ലാസ്റ്റി. അപ്പം ഡോക്ടർ, നമ്മളെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്താണ് റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്? മൂക്ക് മുഖത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ഉടനെ മൂക്കിന് വരുന്ന ഒരു വൈകല്യം മുഖത്തെ മുഴുവനായിട്ട് അത് ബാധിക്കും. അതുകൊണ്ടാണ് കാർട്ടൂണിസ്റ്റ് ഇങ്ങനെയുള്ള ആൾക്കാർ അവർ കാരിക്കേച്ചർ ചെയ്യുമ്പോൾ തന്നെ മൂക്കിൻ്റെ ഭാഗം കൂടെ റെപ്രസെൻ്റ് ചെയ്യാൻ എപ്പോഴും അവർ ശ്രമിക്കുന്നത്. ഉടനെ മൂക്കിനുള്ള വൈകല്യങ്ങൾ മുഖത്തിനെ മുഴുവനായിട്ട് ബാധിക്കുന്നതുകൊണ്ട് എല്ലാവരും തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയറാണ് റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് മൂക്കിൻ്റെ ആകൃതിയിലും അതിൻ്റെ പ്രവർത്തനത്തിലും അപ്പിയറൻസ് ആൻഡ് ഫങ്ഷൻ ഇത് രണ്ടും കറക്റ്റ് ചെയ്യപ്പെടുന്ന ഓപ്പറേഷൻ മുഖാന്തരം ഉള്ള ഒരു പ്രക്രിയയിൽ കൂടെ കറക്റ്റ് ചെയ്യപ്പെടുന്ന ആ ടെർമിനോളജിക്കാണ് റൈനോപ്ലാസ്റ്റി അല്ലെങ്കിൽ നേസൽ കറക്ഷൻ എന്ന് പറയപ്പെടുന്നത്. ഡോക്ടർ, അപ്പം ഈ റൈനോപ്ലാസ്റ്റി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു നേസൽ കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഉണ്ടാവുമല്ലോ. ആ ഡിഫോമിറ്റീസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? യൂഷ്വലി സാധാരണയായിട്ട് ഈ മൂക്കിൻ്റെ ഡിഫോമിറ്റീസ് ജന്മനാ തന്നെ സാധാരണ ഉണ്ടാകാം, അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അക്വയർഡ് ഡിഫോമിറ്റീസ് എന്ന് പറയും. അത് ഇറ്റ് ക്യാൻ ബി കോമണസ്റ്റ് ആയിട്ട് വരുന്നത് ബൈ സ്പോർട്സ് ആൻഡ് ഗെയിംസ്. നമുക്ക് അറിയാം, ലോകത്തിൽ ഏറ്റവും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിംസാണ് ഫുട്ബോൾ. ഒന്ന് ഫുട്ബോളിൽ കൂടാണ് ഫുട്ബോൾ കളിക്കുന്ന അവസരത്തിൽ എല്ലാ കുട്ടികളും ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഫുട്ബോൾ ഗ്രൗണ്ട്സ് ഉണ്ട്. ഉടനെ ഫുട്ബോൾ ഈസ് എ വെരി കോമണസ്റ്റ് ഒരു ഗെയിം ഒരാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഇഞ്ചുറി കൊണ്ടുണ്ടാകുന്ന ഒരു ഡിഫോമിറ്റിയാണ് കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു മൂക്കിനുള്ള ഒരു വൈകല്യം. ഇത് ഇന്ത്യയെ മാത്രമല്ല, മിഡിൽ ഈസ്റ്റ്, വെസ്റ്റേൺ കൺട്രീസ് എല്ലായിടത്തും തന്നെ ഒരു 90% ഈ മൂക്കിൻ്റെ വൈകല്യം ഇതുപോലുള്ള അക്വയർഡ് കാര്യം ഇതുപോലുള്ള ഇഞ്ചുറി എന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഇതുകൂടാതെ അല്ലാതെ ഉണ്ടാകുന്ന റോഡ് ട്രാഫിക് ആക്സിഡൻസ് ഉണ്ടായി മൂക്കിന് ഈ വൈകല്യങ്ങൾ ഉണ്ടാകാം. കൂടാതെ ക്രോണിക് ഇൻഫെക്ഷൻസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ലെപ്രസി. അത് ഇന്നത്തെ കാലത്ത് ലെപ്രസി മിക്കവാറും മാറിയെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഗ്രാനുലോമാറ്റസ് ഡിസീസസ് ഇൻ ജനറൽ, ഇതുപോലുള്ള ക്രോണിക് ഇൻഫെക്ഷനൊക്കെ തന്നെ നേസൽ ഈ മൂക്കിൻ്റെ വൈകല്യം ഉണ്ടാക്കാവുന്നതാണ്. പിന്നീട് അവസാനമായിട്ട് ക്യാൻസർ മൂക്കിനെ ബാധിക്കാം. അത് കൂടുതലും വെസ്റ്റേൺ കൺട്രീസിലാണ് കൂടുതൽ, ഈസ്റ്റേൺ കൺട്രീസിനെക്കാട്ടി കൂടുതൽ. അതിൻ്റെ റീസണ് സ്കിൻ ക്യാൻസർ ആണ് കൂടുതലും മൂക്കി വരുന്നത്. സ്കിൻ ക്യാൻസർ ഈസ് മോർ ഇൻ ദ വെസ്റ്റേൺ പീപ്പിൾ. നമ്മുടെ ഈസ്റ്റേൺ വേൾഡിലെ നമ്മുടെ ആ കളേർഡ് പീപ്പിളിന് ഒരു പ്രൊട്ടക്റ്റീവ് പിഗ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് സ്കിൻ ക്യാൻസർ ഇൻസിഡൻസ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസ്. വേറാസ് വെസ്റ്റേൺ പീപ്പിളിന് ആ പ്രൊട്ടക്റ്റീവ് പിഗ്മെൻ്റ് ആബ്സെൻ്റ് ആയതുകൊണ്ട് സ്കിൻ ക്യാൻസർ വരും. ബിക്കോസ് whenever we are exposing to direct sunlight, actinic rays of the sunlight ആദ്യം അഫക്റ്റ് ചെയ്യുന്ന മൂക്കിലാണ്. സോ അവർക്ക് സ്കിൻ ക്യാൻസർ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് മൂക്ക്. സോ ഇതെല്ലാമാണ് മൂക്കിൻ്റെ വൈകല്യങ്ങൾ ഉണ്ടാക്കാവുന്ന കാരണങ്ങൾ. ഈ കാരണങ്ങളെല്ലാം തന്നെ ഇത് കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്തെങ്കിൽ ഇത് മുഴുവൻ തന്നെ
കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഡോക്ടർ, അപ്പം ഈ ഒരു ഡിഫോമിറ്റീസ് ഇപ്പം നമ്മൾ കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇത് ഏത് രീതിയിൽ, എന്ത് ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാം? അത് പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നോസ് എങ്ങനെയാണ്, ഞാൻ പറഞ്ഞു നോസ്, മൂക്ക് മുഖത്തിൻ്റെ ഏറ്റവും അതീവ പ്രാധാന്യമുള്ള ഒരു അവയവമാണെന്ന് ഞാൻ പറഞ്ഞു. ആ മൂക്ക് എങ്ങനെ പിന്നെ ഫോം ചെയ്തിരിക്കുന്നതെന്ന് അതിൻ്റെ അനാറ്റമി നമ്മൾ നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാകും. ഇപ്പം ഈ കാണിക്കുന്നത് മൂക്കിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ നേസൽ ബോൺ അങ്ങ് നേരെ ആ റൂട്ടിൻ്റെ ആ ഭാഗത്ത് മാത്രം ബോണ്, അത് കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസ്ഡ് കാർട്ടിലേജസ്, അപ്പർ ലാറ്ററൽ കാർട്ടിലേജസ്, പിന്നെ നോസ്ട്രലിൻ്റെ റിമ്മിൽ ലോവർ ലാറ്ററൽ കാർട്ടിലേജസ്, ഈ പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വ്യൂ യു ക്യാൻ സീ this is the lateral view, again showing that one upper part of the nasal bone and the lower part, two specialized cartilages, upper lateral cartilage and the lower lateral cartilage. And the next view, then you can see how the nostril, when you are seeing ഈ നോസ്ട്രൽ വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേ മാതിരിയാണ് ഈ കാർട്ടിലേജ് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ തന്നെ ഈ രണ്ട് ഹോളിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന നേസൽ സെപ്റ്റം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് ഈ ആ കാണിച്ചിരിക്കുന്ന നേസൽ സെപ്റ്റം എന്ന് പറയുന്നത് കാർട്ടിലേജും ബോണും കൂടെ കൂടിയതാണ്. ഉടനെ ഇതേത് ഭാഗത്താണ് നമ്മളെ ഒരു ഇഞ്ചുറി ഉണ്ടാകുന്ന അവസരത്തിൽ ഡിഫക്റ്റ് ഏതാ ഇഞ്ചുറി ചെയ്യുമെന്ന് വെച്ചാൽ അതിന് തക്കവണ്ണമുള്ള ഡിഫോമിറ്റീസ് ആണ്, വൈകല്യമാണ് മൂക്കിനുണ്ടാകുന്നത്. ഉടനെ ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ ഡോക്ടറുടെ ഒരു ചുമതലയാണ് പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി കേട്ടതിന് ശേഷം ഒരു പ്രോപ്പറായിട്ടൊരു എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞിട്ട് ഏത് ഭാഗത്താണ് ഈ മൂക്കിന് കുഴപ്പമുള്ളത്, ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത്, ഈ വൈകല്യം ഉള്ളത്, അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, എക്സ്റേസ്, CT സ്കാൻ, MRI ഇതൊക്കെ കാണാം. സോ യു നോ 100% വാട്ട് ഈസ് ദ പ്രോബ്ലം ഫോർ ദ പേഷ്യൻറ്റ്. അത് കഴിഞ്ഞിട്ട് വി ക്യാൻ ഡു എ കറക്റ്റ് വേ, എ മെറ്റിക്കുലസ് വേ, ഒരു യാതൊരുവിധ ഒരു അംബിഗ്വിറ്റിയും ഇല്ലാതെ കറക്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. ദാറ്റ് വിൽ ഗീവ് എ കറക്റ്റ് അപ്പിയറൻസ് ടു ദ നോസ്. ഉടനെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് അബൌട്ട് വേർ ഈസ് ദ ഡിഫോമിറ്റി, എവിടെയാണ് ഈ വൈകല്യമുള്ളത്, ബോണിനാണോ, കാർട്ടിലേജ് ആണെങ്കിൽ തന്നെ അപ്പർ ലാറ്ററൽ കാർട്ടിലേജ് ആണോ, ലോവർ ലാറ്ററൽ കാർട്ടിലേജിനാണോ, സെപ്റ്റൽ കാർട്ടിലേജിനാണോ, ഏതാണെന്നുള്ളത് മനസ്സിലാക്കണം. ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഷുഡ് ബി ഡൺ അക്കോർഡിംഗ് ടു ദ കറക്റ്റ് ഡിഫോമിറ്റി ഓഫ് ദ നോസ്. ഡോക്ടർ, അപ്പോൾ ഇനി സർജറിയുടെ ഇതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ സർജറി? After the diagnosis, first you arrive at the diagnosis, then comes the treatment. Treatment is, management is by surgery. And surgery is a very common surgery. It is not a complicated surgery, of course. It should be done in the proper center and also by the experienced surgeon. It can be done by the plastic surgeon or by the ENT surgeon. But ഞാൻ സാധാരണ പറയുന്നത് ഇതിൻ്റെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരാൾ വേണം ഈ സർജറി ചെയ്യാൻ. ആർക്ക് വേണമെങ്കിലും ENT സർജന് ചെയ്യാം, പ്ലാസ്റ്റിക് സർജനും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു നല്ല ഒരു ഓപ്പറേഷൻ ആ പേഷ്യൻറ്റിന് ഓഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എക്സാക്ട്ലി. ഉടനെ ഇതിൻ്റെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഈ ഇൻസിഷനും ഒന്നും തന്നെ ആരും പുറത്ത് കാണത്തില്ല. ഉടനെ ഈ ഓപ്പറേഷൻസ് ചെയ്യുന്നത് ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി ഇതിൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ ഭാഗത്ത് തന്നെ, പുറത്തൊന്നും തന്നെ കാണാതെ ഈ ഓപ്പറേഷൻ ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത് ദീസ് ഡേയ്സിൽ നമ്മുടെ മൂക്കിൻ്റെ ഈ പാലം എന്ന് പറയുന്ന അത് പറയുന്ന കോളുമെല്ല എന്നാണ് പറയുന്നത്, അവിടെ ഒരു ചെറിയ ഒരു സ്മോൾ ഇൻസിഷൻ ഇടുക. ഇട്ട് കഴിയുകയാണെങ്കിൽ നമ്മൾ
ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ സ്കാർ പോലും കാണത്തില്ല. അതിൽ കൂടെ മൂക്ക് മുഴുവൻ കംപ്ലീറ്റ് നമുക്ക് കാണാം. അതിൽ കൂടെ ഓപ്പറേഷൻ ചെയ്യാം. ദിസ് ഈസ് നോൺ ആസ് ഓപ്പൺ റൈനോപ്ലാസ്റ്റി. സോ ഇറ്റ് ക്യാൻ ബി ബൈ എ ക്ലോസ്ഡ് റൈനോപ്ലാസ്റ്റി ഓർ ബൈ എൻ ഓപ്പൺ റൈനോപ്ലാസ്റ്റി. ഇന്നത്തെ കാലത്ത് ഓപ്പൺ റൈനോപ്ലാസ്റ്റിക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട് ഓപ്പൺ റൈനോപ്ലാസ്റ്റിയാണ് മോർ പ്രിഫേർഡ്. ഡോക്ടർ, ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ, അതിലേക്ക് പോവാം. ഹലോ 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 ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഡോക്ടറിനോട് ചോദിച്ചോളൂ മാഡം. ചോദിച്ചോളൂ. ഹലോ ഹലോ ചോദിച്ചോളൂ, ഡോക്ടറിനോട് ചോദിച്ചോളൂ. സാറേ, എന്റെ മൂക്കിനെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. മൂക്ക് രണ്ട് സൈഡ് ഇപ്പം നല്ല നേരെ നിന്ന മൂക്കാണ്. ഇപ്പൊ ഒരു മൂക്കിൽ കൂടി ശ്വാസം വിടാൻ വയ്യ. അപ്പൊ ഒരു മൂക്കിങ്ങനെ സൈഡ് വളഞ്ഞു വരുന്നു. കട്ടായി സർ. അപ്പം അതിന് എന്തെങ്കിലും നമുക്ക് ആൻസർ പറയാനായിട്ട് ഒരു സൈഡ് മാത്രമേ ഇത് കംപ്ലീറ്റ്ലി കേട്ടിടത്തോളം അത് കംപ്ലീറ്റ്ലി കറക്റ്റബിൾ കണ്ടീഷനാണ്. ഉടനെ പറഞ്ഞത് ഒരു മൂക്കിൽ കൂടെ മൂക്ക് വളഞ്ഞിരിക്കുന്നു, ഒരു മൂക്കിന്റെ ഭാഗത്തൂടെ ശ്വാസം പോകുന്നുള്ളൂ, മറ്റേത് ശ്വാസം അടഞ്ഞിരിക്കുന്നു. കേട്ടിടത്തോളം നേസൽ സെപ്റ്റത്തിലാണ് അതിനുള്ള കുഴപ്പം. ഉടനെ നേസൽ സെപ്റ്റം ഒരു ഭാഗത്തോട്ട് മാറിയിരിക്കുകയാണ്. ഉടനെ ശ്വാസം വിടാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പിയറൻസിനും വ്യത്യാസം വന്നു. ഉടനെ ഓപ്പറേഷൻ വേണ്ടത് സെപ്റ്റം, നേസൽ സെപ്റ്റം എന്ന് പറഞ്ഞ അനാറ്റമി ഞാൻ പറഞ്ഞു. നേസൽ സെപ്റ്റം ടു ബി സെൻട്രലൈസ്ഡ്, ദാറ്റ് ഷുഡ് ബി കറക്റ്റഡ് എലോങ് വിത്ത് ദ റൈനോപ്ലാസ്റ്റി അപ്പിയറൻസും. ഉടനെ ഇത് ഫംഗ്ഷനും അതിന്റെ അപ്പിയറൻസും രണ്ടും കൂടെ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷന് പറയുന്നത് സെപ്റ്റോ റൈനോപ്ലാസ്റ്റി എന്ന് പറയും. സെപ്റ്റൽ കറക്ഷനും നടത്തണം, അതിന്റെ അതുപോലെ തന്നെ അപ്പിയറൻസും ഇംപ്രൂവ് ചെയ്യണം. ബട്ട് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി കറക്റ്റബിൾ കണ്ടീഷൻ. ഡോക്ടർ, ഇനി നമ്മൾ ഇതിന്റെ ഒരു കോംപ്ലിക്കേഷനെ പറ്റി ഡോക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓപ്പറേഷനെ പറ്റി. ഇത് പറഞ്ഞു ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് റൈനോപ്ലാസ്റ്റി. പ്ലീസ് ഷോ ദ ദിസ് ഈസ് ദ വേ. ഈ നമ്മൾ വേറെവർ യു വാണ്ട് ഇറ്റ് ഇൻസൈഡിൽ കൂടെ ബോണിന്റെ ഹമ്പ്, ടിപ്പ്, ഇതിന്റെ വൈഡനിങ് എല്ലാം തന്നെ ഈ വിധത്തിലുള്ള കട്ട്, ഇതെല്ലാം തന്നെ വെരി ഡെലിക്കേറ്റ് കട്ട് ഇൻസൈഡ് ദ നോസ്ട്രിൽ, ഐദർ ടു ദ കാർട്ടിലേജ് ഓർ ടു ദ ബോൺ, ആൻഡ് ടു ഗീവ് എ വെരി ഡിസൈഡ് ഒരു നല്ല അപ്പിയറൻസ്, ആകൃതി നോസിന് കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ അഗെയിൻ you can see the thing nasal tip, very broad nasal tip. How nasal tip can be a very നല്ല ഒരു ഷേപ്പിലേക്ക്, ഒരു ആകൃതിയിലേക്ക് കൊടുക്കാൻ. ഇതെല്ലാം തന്നെ വെരി ഡെലിക്കേറ്റ് ഓപ്പറേഷൻസ് ആണ്. അറ്റ് ദ സെയിം ടൈം പുറത്ത് ഒരു സ്കാറും ഇല്ലാതെ ഒരു നല്ല അപ്പിയറൻസ് കൊടുക്കാൻ സാധിക്കും. ഡോക്ടർ, ഇനിയിപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പം ആർക്കെങ്കിലും ഇത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് തോന്നുന്നത് ഓക്കെ, അയ്യോ എത്ര നാൾ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും, ഇതിൻ്റെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ച് പറയാമോ ഡോക്ടർ? പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ്. ഓക്കെ, ഷുവർ. ഇത് ഈ ഓപ്പറേഷൻ സാധാരണ ഇറ്റ് ഷുഡ് ബി ഒരു ജനറൽ അനസ്തീഷ്യ ചെയ്യണം. പേഷ്യൻ്റ് ഓപ്പറേഷൻ ചെയ്യുന്ന സെയിം ഡേ തന്നെ വന്നാൽ മതി. അന്ന് രാവിലെ വന്നാൽ മതി. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മിക്കവാറും ഒരു 95% ഓഫ് ദ പേഷ്യൻസ് നെക്സ്റ്റ് ഡേ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. സോ ഒരു 1 day സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ. ആൻഡ് നമ്മളൊരു ഇത് മുഴുവൻ റീഷേപ്പ് ചെയ്ത്, നോസിനെ മൂക്കിനെ മുഴുവൻ റീഷേപ്പ് ചെയ്തു. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ആ ശരിക്കുള്ള ഷേപ്പ് ഇരിക്കാൻ വേണ്ടി ഒരു നേസൽ സ്പ്ലിന്റ് മൂക്കിന് നമ്മൾ വെക്കും. ആ നേസൽ സ്പ്ലിന്റ് ഒരു 10 days to 14 days, ഒരു 2 weeks വരെ അത് വെച്ചുകൊണ്ടിരിക്കണം. ബൈ ദ ടൈം ഹീലിംഗ് വിൽ ബി പെർഫെക്റ്റ് ആൻഡ് നേസൽ സ്പ്ലിന്റ് വിൽ ബി റിമൂവ്ഡ്. ബട്ട് പേഷ്യൻറ്റ് പിറ്റേ ദിവസം തന്നെ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആസ് എൻ ഔട്ട് പേഷ്യൻറ്റിലായിട്ട് പേഷ്യൻറ്റിനെ കാണാം. ഈ 10 to 14 days നേസൽ സ്പ്ലിന്റ് എടുത്തു കളയാം.
this is all about during the post-operative period, to avoid the infection, a course of antibiotics, പിന്നെ അനാൽജസിക് വരാതിരിക്കാൻ ഇത് കൊടുക്കുന്ന നല്ലതാണ്. അപ്പം ഡോക്ടർ വളരെ ഒരു ലളിതമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് അല്ലേ? നമുക്കൊരു പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതും വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ഫെസിലിറ്റീസ്, ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ ഡോക്ടർ? SUT റോയൽ ഹോസ്പിറ്റലിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഞാൻ മിനിഞ്ഞാന്നും ഒരു റൈനോപ്ലാസ്റ്റി അവിടെ ചെയ്തു. പിന്നെ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ്, CT സ്കാനും MRI എല്ലാം തന്നെ ഇപ്പം SUT റോയൽ ഹോസ്പിറ്റലിൽ ഇപ്പം അവൈലബിൾ ആണ്. അതും ദാറ്റ് ഇസ് എ ഗ്രേറ്റ് ഹെൽപ്പ്. പിന്നെ ഓപ്പറേഷൻ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എക്യുപ്മെന്റ്സും അതും എല്ലാം അവൈലബിൾ ആണ്. സോ ഇറ്റ് ഇസ് എ വെരി കോമൺ ഓപ്പറേഷൻ ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ SUT റോയൽ ഹോസ്പിറ്റൽ. ഡോക്ടർ, ഇപ്പം നമ്മൾ ഈ ഒരു സർജറിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഈ ഡിഫോമിറ്റീസ് മാത്രമല്ലാതെ നമുക്ക് അതിലേക്ക് പോവാം ഡോക്ടർ. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 ഡോക്ടറാണോ? ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. വെൽക്കം വെൽക്കം. കൊച്ചിന്റെ മൂന്നത്തെ സർജറി മുൻസിന്റെ അതിന്റെ ആലോചിക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, ഇനി എന്നാ സർജറി ചെയ്യേണ്ടത് ഡോക്ടർ? പല്ല് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. കുട്ടിയെ ഒന്ന് കൊണ്ടുവരുവാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തരാം. അത് നമ്മളെ ഒരു ദിവസം ഞാനിവിടെ SUT റോയൽ ഹോസ്പിറ്റലുണ്ട്. പ്ലീസ് ബ്രിങ് യുവർ ചൈൽഡ്. I will see, then I will explain very well. താങ്ക് യു മാം, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഞാൻ ചോദിക്കാൻ വന്നത് നമ്മുടെ ഈ ഒരു ഡിഫോമിറ്റീസ് മാത്രമല്ലാതെ നമുക്ക് ചില ആളുകൾക്ക് ഉണ്ടാവുമല്ലോ, ആഗ്രഹം കാണുമല്ലോ, നമ്മുടെ മൂക്കിന്റെ ഭംഗി കുറച്ചും കൂടെ കൂട്ടണം, നമുക്കൊരു മൊത്തത്തിലൊരു മുഖത്തിന് ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഇമ്പോർട്ടന്റ് ഓർഗൻ ആണല്ലോ നമ്മുടെ ഫേസിന്റെ മൊത്തത്തിലൊരു ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാം. അത് റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമുക്ക് റീകൺസ്ട്രക്റ്റീവ് റൈനോപ്ലാസ്റ്റി. ഡിഫോമിറ്റീസ് ഉള്ളവർക്ക് ആകൃതിയിലും അതിന്റെ പ്രവർത്തനം ഇപ്പം പറഞ്ഞ ഒരു ചോദ്യം വന്നു, അവർക്ക് ശ്വാസം വിടാൻ പ്രയാസമുണ്ട്. സോ ആകൃതിയിലും പ്രവർത്തനത്തിലും മിച്ചപ്പെടുത്തുന്ന ഓപ്പറേഷൻ, അത് റീകൺസ്ട്രക്റ്റീവ് റൈനോപ്ലാസ്റ്റി. രണ്ടാമത്തെ റൈനോപ്ലാസ്റ്റി എന്ന് വെച്ചാൽ പേഷ്യന്റ് അവർക്ക് പ്രവർത്തനത്തിന് യാതൊരു കുഴപ്പമില്ല, പക്ഷെങ്കിൽ അവർക്ക് അതിന്റെ ബ്യൂട്ടിഫിക്കേഷൻ, ആ നോസിന്റെ ഷേപ്പ് ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്, അതും ചെയ്യാവുന്നതാണ്. ഉടനെ പേഷ്യന്റിനോട് ചോദിക്കണം ഏത് ഭാഗമാണ് ആ പേഷ്യന്റിന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടത്. അതിന് പ്രകാരം പേഷ്യന്റിന്റെ ആഗ്രഹപ്രകാരം ഇതും ഇതേ മാതിരിയിൽ നോസിന്റെ ഷേപ്പ് ചെയ്യപ്പെടുന്നതാണ്. പല ആൾക്കാരും എസ്പെഷ്യലി ഈ ഫിലിം ആക്ട്രസ്, ഈ വെരി ഫേമസ് പേഴ്സണാലിറ്റീസ് ഇൻ ദ TV, അവരെ കണ്ടു കഴിഞ്ഞിട്ട് ഈ കൺസൾട്ടേഷൻ സമയത്ത് പറയാം, ഡോക്ടറെ ആ നോസ് പോലെ എനിക്കൊന്ന് കിട്ടിയാൽ കൊള്ളാവും. ഇറ്റ് ക്യാൻ ബി ഡൺ. ഉടനെ നമുക്ക് മനസ്സിലാകേണ്ട പേഷ്യന്റിന്റെ ആഗ്രഹം എന്താണ്, ഏത് ഭാഗമാണ് മൂക്കിന്റെ ഇംപ്രൂവ് ചെയ്യപ്പെടേണ്ടത്, അതിന് പ്രകാരം ആ നോസ് റീഷേപ്പ് ചെയ്യപ്പെടുന്നതാണ്. അതെല്ലാം പറയുന്ന കോസ്മെറ്റിക് റൈനോപ്ലാസ്റ്റി. ഉടനെ നമ്മള് കോസ്മെറ്റിക് റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ഫങ്ഷൻ എല്ലാം തന്നെ നോർമലാണ്, പക്ഷെങ്കിൽ അവരുടെ ആകൃതിയിൽ ഒന്നുകൂടെ ഇംപ്രൂവ്മെന്റ് വരുത്തണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാർക്കും അവരുടെ അപ്പിയറൻസ് അത് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് പ്രകാരമുള്ള സർജറികളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റൈനോപ്ലാസ്റ്റിയിലും റീകൺസ്ട്രക്റ്റീവ് റൈനോപ്ലാസ്റ്റി ഉണ്ട്, കോസ്മെറ്റിക് റൈനോപ്ലാസ്റ്റി ഉണ്ട്. ഇത് രണ്ടും തന്നെ ചെയ്യാവുന്നതാണ്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ ഹെൽത്ത് ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ്? മാഡം, ഇത് കൃഷ്ണകുട്ടിയാരാണ്. ഡോക്ടറിനോട് ചോദിച്ചോളൂ സർ. പിന്നെ എന്റെ മകന് ഒരു ചെറിയൊരു മൂക്കിന്റെ വളത്തിന്റെ വളവുണ്ട്, ശ്വാസതടസ്സമുണ്ട്. അത് ശ്വാസം പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. വായി കൂടെയാണ് ഇങ്ങനെ ശ്വാസം പോയിട്ടിരിക്കുന്നത്. 19 വയസ്സാണ് മോൻ. എന്റെ പറയാനുണ്ട് 19 വയസ്സ്. 19 വയസ്സ്.
അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നോസ് കറക്ഷന് ഞാൻ പറഞ്ഞു ബോൺ കട്ട് ചെയ്ത് വരുമെന്ന്. ബോൺ കട്ട് ചെയ്യുന്ന അതൊരു ഏജിൻ്റെ ഫേഷ്യൽ ബോണിൻ്റെ ഗ്രോത്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഈ ബോൺ കട്ടിങ് ഓപ്പറേഷൻസ് ചെയ്യുന്നതാണ് നല്ലത്. ഉടനെ ഫേഷ്യൽ ഗ്രോത്ത് ഓഫ് ദ ബോൺ ഈസ് 16 to 17 years. ഉടനെ ആ ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് ഇതുപോലുള്ള ബോൺ കട്ടിങ് റൈനോപ്ലാസ്റ്റി ബെറ്റർ ടു ബി പെർഫോംഡ്. ഉടനെ ഇപ്പം മോൻ ഇപ്പം 19 years ആയെന്ന് പറഞ്ഞപ്പം ഇത് ബൈ ഓപ്പറേഷൻ മുഖാന്തരം ഈ പറഞ്ഞേക്കുന്ന ഇത് കേട്ടിടത്തോളം ഇതൊരു സെപ്റ്റോ റൈനോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും. കാര്യം ശ്വാസം വിടാൻ പ്രയാസമുണ്ട്, അതുപോലെ തന്നെ ആകൃതിക്കും വ്യത്യാസമുണ്ട്. സോ ഹി മേ നീഡ് എ കംപ്ലീറ്റ് സെപ്റ്റോ റൈനോപ്ലാസ്റ്റി പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. പക്ഷേ ഫൈനൽ ആഫ്റ്റർ എക്സാമിനേഷൻ. സോ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് സർജൻ്റെ അടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ കംപ്ലീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് അവർ പറയും അതിൻ പ്രകാരം ചെയ്യുകയാണെങ്കിൽ ഇത് ഈ ഡിഫോമിറ്റി ഈ വൈകല്യം കംപ്ലീറ്റ്ലി കറക്റ്റബിൾ. താങ്ക് യു സർ. താങ്ക്സ് ഫോർ കോൾ. ഡോക്ടർ, നമ്മൾ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇപ്പം ഡിഫോമിറ്റി കറക്റ്റ് ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചു, ബ്യൂട്ടിഫിക്കേഷനെ പറ്റി സംസാരിച്ചു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് കുറച്ചും കൂടെ മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു ബിഫോർ സർജറി ആൻഡ് ആഫ്റ്റർ സർജറി ഒരു ഇത് കാണുമ്പോഴത്തേക്കായിരിക്കും. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം ഡോക്ടർ. ഓക്കെ, ഫൈൻ. നൗ ഐ വിൽ പ്രേക്ഷകരുടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ബിഫോർ സർജറി ആൻഡ് ആഫ്റ്റർ സർജറി ഐ വിൽ ഷോ ദ പിക്ചേഴ്സ്. യു ക്യാൻ സീ ദിസ് ഈസ് ഇങ്ങേ ഭാഗത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഇത് ആൻട്രോപോസ്റ്റീരിയർ വ്യൂ ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ബിഫോർ സർജറി, റൈറ്റ് ഹാൻഡ് സൈഡിലെ ആഫ്റ്റർ സർജറി. യു ക്യാൻ സീ ദിസ് ഈസ് ദ ആൻട്രോപോസ്റ്റീരിയർ വ്യൂ ആൻഡ് ഷോ ദ നെക്സ്റ്റ് വൺ. You can see this is the lateral view. Lateral view കാണുമ്പോൾ you can see a nose in a depression. അതാണ് ആ പേഷ്യന്റിന് മെയിൻ ഉള്ള കംപ്ലൈൻറ്റ്. You can see the thing, the nasal bridge is sunken. It is that okay, this is another boy football കളിച്ച് ഒരു nasal deformity വന്നതാണ്. അത് കംപ്ലീറ്റ്ലി കറക്റ്റ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ബിഫോർ സർജറി, റൈറ്റ് ഹാൻഡ് സൈഡിലെ ആഫ്റ്റർ സർജറി. നെക്സ്റ്റ്, ദിസ് ഈസ് അഗെയിൻ football injury എന്ന് വന്നു കഴിഞ്ഞിട്ട് you can see the nose is completely deviated to the left hand to the right hand side, and before surgery ആണ്. after surgery nose completely centralized ചെയ്തിരിക്കുന്നു. next, same patient ആണ്. you can see nasal tip is hanging and that is completely corrected, and ഒരു hump ഉണ്ടായിരുന്നു, അതും കറക്റ്റ് ചെയ്യപ്പെട്ടു. so what you are seeing on the left hand side is the before and after. Again, another lady who has a chronic infection and she developed a sunken nose deformity എന്ന് പറയും. ആ നോസിൻ്റെ ടിപ്പ് അങ്ങ് ഡിപ്രസ് ചെയ്തിരിക്കുകയാണ്. ഷോ ദ നെക്സ്റ്റ് വൺ. and this is very obvious on the lateral view. You can see a nose is depressed and that is totally corrected on the postoperative view. Next, and again this is again another chronic infection വന്നു കഴിഞ്ഞിട്ട് nostril. You can see one side of the nostril is completely depressed and you can see deformed, and this is after surgery. You can see a completely correctable. And this is again another a boy is nearing to 20 and he is involved in the again by the football, a totally deformed nose. You can see a depressed, deviated, and this is the left hand side. On the right hand side you can see an after surgery completely corrected and lateral view, and you can see and before and after surgery. Next, now I am showing cosmetic rhinoplasty. Every nose by look the nose is almost normal, but you can see her nasal width alpam wide ആണ്. അത് അവർക്ക് ഒന്നുകൂടെ നാരോ ചെയ്യണം. അതുപോലെ തന്നെ നോസിൻ്റെ ടിപ്പ് ലിറ്റിൽ ഹാങ്ങിങ്. ഷീ വാണ്ട് ടു ഷോർട്ടൻ ദാറ്റ് വൺ. സോ ആൻട്രോപോസ്റ്റീരിയർ വ്യൂ you can see nasal bridge is narrowed and you can lateral view nasal tip is elevated. Next, and again another case by look the nose looks nice, but you can see the nasal tip is slightly hanging, so that is completely taken off in the postoperative picture. Again you can see the
hump, slight hump on the nasal bridge, and the tip is, you can see in the postoperative lateral view. Next. Again, another lady, she would like to improve her profile of the nose. You can see nasal tip is slightly hanging. That is taken off in the postoperative view, and the postoperative lateral view you can see hump, and again tip is in a refined in a much better way. Next. Again, another last picture you can see again the nasal tip. By look it's okay, very acceptable nose, but he would like to improve the appearance by nasal tip to be elevated, and you can see lateral view, the hump and the tip is elevated. So these are all coming as the cosmetic rhinoplasty. So in the initial one what I showed everything is the reconstructive rhinoplasty, preoperative and postoperative appearances, and later one I showed is the cosmetic. So both are equally important, and what the patient wants. അതാണ് ഇന്നത്തെ കാലത്ത് മോഡേൺ ഏജ് പേഷ്യൻറ്റിന് ആഗ്രഹപ്രകാരം ഓപ്പറേഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ മറ്റുള്ളവരുടെ നോക്കുന്ന പറഞ്ഞാൽ വിചാരിക്കും ഒരു സില്ലി കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിക്കാം, പക്ഷേ പലർക്കും ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നതിന് പോലും പ്രയാസ രൂപത്തിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ടീനേജ് ബോയ്സ് ആൻഡ് ഗേൾസ് ഉണ്ട്. സോ അവർക്ക് ഇതും പ്രകാരം ഒരു സിമ്പിൾ, ഇറ്റ്സ് നോട്ട് എ വെരി കോംപ്ലിക്കേറ്റഡ് സർജറി, എ വെരി സിമ്പിൾ സർജറി, ആൻഡ് ഇറ്റ് ഈസ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ദേ ക്യാൻ ലീഡ് a normal life, a normal productive life, a normal positive outlook towards life. Yeah. അപ്പം ഡോക്ടർ, നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ നമ്മൾ എന്താണ് ഒരു റൈനോപ്ലാസ്റ്റിയുടെ എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കാണിച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത വിസിറ്റിൽ നമുക്ക് അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ. ഹെൽത്ത് ടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.